ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക്ക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ടി ആർ എൻ എ ആണ്. ഇപ്പോൾ ടി ആർ എൻ എ നമുക്കറിയാം, ടി ആർ എൻ എ ഇസ് ദ റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇസ് എ സിംഗിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിക് ആസിഡ്സ് ഫൗണ്ട് ഇൻ ഓൾ ലിവിങ് സെൽസ്. അപ്പോൾ നമുക്കറിയാം സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അത് എല്ലാ ലിവിങ് സെൽസിലും കാണപ്പെടുന്നു. Its different forms are associated with the transmission of information from nucleus into the cytoplasm and with the synthesis of protein for the regulation of cell activities. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ആർ എൻ എയുടെ പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. ഈ പലതരത്തിലുള്ള ഫോംസ് ഇൻഫർമേഷൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ന്യൂക്ലിയസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ആൻഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫോർ ദ റെഗുലേഷൻ ഓഫ് സെൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രോട്ടീൻ്റെ സിന്തസിസും അതിൻ്റെ റെഗുലേഷനും, ഒരു സെല്ലിൻ്റെ ആക്ടിവിറ്റികൾ നടക്കാൻ ആവശ്യമായ പ്രോട്ടീനുകളെ സിന്തസൈസ് ചെയ്യുക. അപ്പം ഈ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീനുകളെ നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസം വഴി അത് കറക്റ്റായിട്ട് ആ സെല്ലിൻ്റെ ആക്ടിവിറ്റിയെയും റെഗുലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എൻ എ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർ എൻ എ സാധാരണ സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്, ന്യൂക്ലിയോലസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ഇറ്റ് ഒക്കേഴ്സ് ഫ്രീലി ആസ് വെൽ ആസ് ഇൻ ദ റൈബോസോം. അപ്പോൾ സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ കൂടിയും ഇവർ നമ്മുടെ റൈബോസോമുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തൊക്കെ കാണും. ചില പ്ലാന്റുകളിലും ചില വൈറസുകളിലും ഒക്കെ ആർ എൻ എ ആണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ ഇൻസ്റ്റെഡ് ഓഫ് ടി എൻ എ. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടി ആർ എൻ എയുടെ സ്ട്രക്ചറും ഫങ്ഷനുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം സാധാരണ പല ടൈപ്സിൽ ആർ എൻ എ ഉണ്ട്. എം ആർ എൻ എ, ആർ എൻ എ, ടി ആർ എൻ എ. ഇപ്പോൾ ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആർ എൻ എ ആണ്. ഏകദേശം 60 small sized ribonucleic acids which can be recognize the codon on mRNA and exhibiting high affinity for 21 activated amino acids combine with them and carry them to the site of protein synthesis. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട അമിനോ ആസിഡ്സുകളെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ സിന്തസിസും ഇതിൻ്റെ ഫങ്ഷനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതും ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് ഈ ടി ആർ എൻ എക്കുള്ളത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടി ആർ എൻ എ ഓർ ട്രാൻസ്ഫർ ആർ എൻ എ ഈസ് ഓൾസോ നെയ്മഡ് ആസ് എസ് ആർ എൻ എ. അപ്പോൾ ടി ആർ എൻ എ നമുക്ക് മറ്റൊരു പേരിലും കൂടെ വിളിക്കാം. എസ് ആർ എൻ എ മീൻസ് സോളിബിൾ ഓർ സൂപ്പർ നേറ്റൻ്റ് ആർ എൻ എ ആൻഡ് അഡാപ്റ്റർ ആർ എൻ എ. അപ്പോൾ ടി ആർ എൻ എ വിളിക്കുന്ന മറ്റൊരു പേരാണ് എസ് ആർ എൻ എ, സോളിബിൾ ഓർ സൂപ്പർ നേറ്റൻ്റ് ആർ എൻ എ. tRNA is a family of nearly 60 small sized ribonucleic acids. ഞാൻ പറഞ്ഞതാണ് നേരത്തെ, ഏകദേശം 60 ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട 60 ഡിഫറെൻറ്റ് സ്മോൾ സൈസിലുള്ള റൈബോന്യൂക്ലിക് ആസിഡ്സ് ചേർന്ന ഒരു ഫാമിലിയിൽപ്പെട്ടതാണ് ഈ ടി ആർ എൻ എ എന്ന് പറയുന്നത്. 10 മുതൽ 15% വരെ ടോട്ടൽ സെല്ലുലർ ആർ എൻ എ ടി ആർ എൻ എ ആണ്. നമ്മുടെ ടോട്ടൽ ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിലുള്ള ആർ എൻ എയുടെ 10 മുതൽ 15% വരെയും ഈ ടി ആർ എൻ എ ആണ്. ടി ആർ എൻ എസ് ആർ സ്മോൾ മോളിക്യൂൾസ് വിത്ത് അബൌട്ട് 74 to 95 റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഏകദേശം ടി ആർ എൻ എസ് എന്ന് പറയുമ്പോൾ അതൊരു സ്മോൾ മോളിക്യൂൾസ് ആണ്. അതിൽ 74 മുതൽ 95 റൈബോ ന്യൂക്ലിയോടൈഡ്സുകൾ വരെ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സെഡിമെൻറ്റേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 3.8 ആണ്. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പം ഏകദേശം 25,000 to 30,000 ഡാൾട്ടൺ വരെയാണ്. ടി ആർ എൻ എസ് ആർ മേഡപ്പ് ഓഫ് എ സിംഗിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇപ്പോൾ ടി ആർ എൻ എ കാണപ്പെടുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡായിട്ടാണ്.
അവിടെ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകളായിട്ടാണ് ഓരോ ന്യൂക്ലിക് ആസിഡ്സും ആഡ് ചെയ്ത് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിനായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ tRNAയുടെ യുണൈക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. tRNA ഹാസ് ദ പ്രസൻസ് ഓഫ് അൺയൂഷ്വൽ ബേസ് പെയർസ്. അപ്പോൾ ഇതിനകത്തൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസ് പെയർ ഉണ്ട് tRNAക്ക്. ഇൻ അഡീഷൻ ടു യൂഷ്വൽ നൈട്രജൻ ബേസസ്, അപ്പോൾ സാധാരണയുള്ള നൈട്രോജനസ് ബേസസ് കൂടാതെ തന്നെ tRNAയിൽ അഡീഷണൽ ആയിട്ടുള്ള ബേസസുകളൂടെ കാണപ്പെടുന്നുണ്ട്. അപ്പം നമുക്കറിയാം നോർമലി ഉള്ള ബേസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൽ, യുറാസിലാണ്. പക്ഷേ ഇത് കൂടാതെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം നൈട്രോജനസ് ബേസും കൂടെ കാണപ്പെടുന്നുണ്ട്. These unusual bases are important as they protect tRNA molecule from dehydration by RNAs when tRNAs are floating freely in cytoplasm. അപ്പോൾ നമുക്കറിയാം RNAs എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ഈ RNAs എൻസൈം വന്നു കഴിഞ്ഞാൽ ഈ tRNA അല്ലെങ്കിൽ RNA ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ RNAs എൻസൈമിൻ്റെ ആ ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ നിന്ന് tRNA മോളിക്യൂൾസിന് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവ് കൊടുക്കുന്നത് ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസ് പെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ tRNA വളരെ ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ സൈറ്റോപ്ലാസത്തിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് നടക്കും. കാരണം അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരുമില്ല. പക്ഷെ മറ്റ് RNAs ആണെങ്കിൽ അവർ ഈ RNAs എൻസൈം ആവശ്യമില്ലാതെ കറങ്ങി നടക്കുകയാണെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്ത് കളയും. ഇത് കൂടാതെ തന്നെ പ്രൊട്ടക്ട്സ് മെയിൻലി ബൈ മെഥിലേഷൻ. ഈ tRNAക്ക് മെഥിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനുള്ള കഴിവുണ്ട്. ഐനോസിൻ, അഡിനിൻ, സ്യൂഡോ യുറാസിൽ, ഡൈഹൈഡ്രോക്സി യൂറിഡിൻ എന്ന് പറഞ്ഞ ഈ കോമ്പൗണ്ടുകളൊക്കെ നമ്മുടെ tRNAയിലെ അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസ് പെയേഴ്സുകളാണ്. അപ്പോൾ ഇതാണ് സാധാരണ യൂറിഡിൻ വരുമ്പോൾ ഇതാണ് വരുന്ന സ്ട്രക്ചർ. പക്ഷേ നമ്മുടെ tRNAക്ക് സ്യൂഡോ യൂറിഡിൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറും കൂടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടു ഈ സ്യൂഡോ യുറാസിൽ ഒരു യുണൈക്ക് ബേസിസ് അതിന് സ്യൂഡോ യൂറിഡിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അഡിനോസിൻ ഡീഅമിനേഷൻ നടന്ന് ഇനോസിൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഅമിനേഷൻ മീൻസ് ഇവിടുത്തെ അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ അത് ഇനോസിനായിട്ട് മാറുന്നു. പിന്നെ യൂറിഡിൻ, ഡൈഹൈഡ്രോക്സി യൂറിഡിൻ സിന്തേസിൻ്റെ സഹായത്താൽ ഡൈഹൈഡ്രോക്സി യൂറിഡിനായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മോളിക്കുലർ ലെവലിലുള്ള യുണൈക്ക് ബേസിസിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മളിനി സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ tRNAക്ക് സാധാരണ 3 സ്ട്രക്ചറിൽ tRNA നമുക്ക് കാണാം. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡുകളാണ്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്ലോവർ ലീഫ് മോഡൽ ഓഫ് സ്ട്രക്ചർ ആണ്. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3D സ്ട്രക്ചർ ഓഫ് tRNA, ഇറ്റ്സ് എൽ ഷേപ്ഡ് ഓർ ഹെലിക്സ് സ്റ്റോക്കിംഗ്, ഇങ്ങനെയാണ് ഇതിനെ കാണപ്പെടുന്നത്. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതൊരു ലീനിയർ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡുകളാണ്. ഏകദേശം 60 മുതൽ 90 വരെയുള്ള ന്യൂക്ലിയോടൈഡുകളാണ്. ലോങ് ബട്ട് മോസ്റ്റ് കോമൺലി 76, ഏകദേശം 76 വരെയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ടാണ് നമ്മുടെ tRNA പ്രൈമറി സ്ട്രക്ചറിൽ സാധാരണ കാണപ്പെടുന്നത്. അതിനൊരു ഡി ആം ഉണ്ട്, ഒരു ആൻറ്റി കോഡോൺ ലൂപ്പ് കാണാം, അതുപോലെ സി ആം കാണാം, അതുപോലെ അമിനോ ആസിഡ് ആക്സെപ്റ്റർ ആം കാണാം. ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ചെയിനായിട്ട് നമുക്കിതിനെ കാണപ്പെടാം പ്രൈമറി സ്ട്രക്ചറിൽ. അപ്പോൾ ഇതൊരു ലീനിയർ സീക്വൻസ് ആണ് ഈ ന്യൂക്ലിയോടൈഡ്സിൻ്റെ. അപ്പോൾ ഈ ലീനിയർ സീക്വൻസിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം സാധാരണ കാണുന്ന 76 ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളായിട്ടാണ്. മെനി മോഡിഫൈഡ് ബേസിസുകൾ ഇതിൽ കാണാം. സംടൈംസ് അക്കൗണ്ടിങ് ഫോർ 20% ഓഫ് ദ ടോട്ടൽ ബേസിസ് ഇൻ എനി വൺ tRNA മോളിക്യൂൾസ്. അപ്പോൾ ഏകദേശം ഇതിനകത്ത് ടോട്ടൽ ബേസ് പെയറിൽ തന്നെ 20%ഓളം നമുക്കിങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള ബേസിസുകളൊക്കെ ഇതിൽ കാണാൻ കഴിയും. ഓൾ ഓഫ് ദെം ആർ ക്രിയേറ്റഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനലി. ഈ പറഞ്ഞ പ്രൈമറി സ്ട്രക്ചറുള്ള ഈ tRNA നമുക്ക് ഈ പറഞ്ഞ പോലെ അത് tRNA ഉണ്ടായതിനു ശേഷം ഇതിനെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനിലി ആണ് ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനെ കറക്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ പ്രൈമറി സ്ട്രക്ചർ ഫോം ചെയ്തെടുക്കുന്നത്.
ഇനി രണ്ടാമത്താണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇതിനെയാണ് ക്ലോവർ ലീഫ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡറി സ്ട്രക്ചർ നോക്കാം നമുക്ക്. റോബർട്ട് ഹോളി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തതാണ് ക്ലോവർ ലീഫ് മോഡൽ ഓഫ് ദ ഫസ്റ്റ് ടൈം ഇൻ 1968. 1968 ഇദ്ദേഹമാണ് ഈ ക്ലോവർ ലീഫ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ്സ് എ 2-dimensional ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ tRNA. അപ്പോൾ ഇതൊരു 2-dimensional മോഡലാണ് tRNAയുടേത്. നമുക്ക് നോക്കാം. ഇത് ഈ പ്രൈമറി സ്ട്രക്ചറിൽ നിന്ന് ഇത് നേരെ ഇങ്ങനെ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചറായ സെക്കൻഡറി സ്ട്രക്ചറിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോവർ ലീഫ് മോഡലിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു റൈബോസോം ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇതാണ് സി ആം എന്ന് പറഞ്ഞ റൈബോസോം ബൈൻഡിങ് സൈറ്റ്. അതുപോലെ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആം ഉണ്ട്. അതുപോലെ തന്നെ റിക്കഗ്നൈസസ് സ്പെസിഫിക് എൻസൈമുകളെ റിക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു ഡി ആം ഉണ്ട്. അതുപോലെ ഒരു ആൻറ്റി കോഡോൺ ആം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചറായിട്ട് മാറും. ഇതാണ് ഒരു tRNA മോളിക്യൂൾസിൻ്റെ ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ പ്രൈമറിയിൽ കണ്ട അതേ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അറേഞ്ച് ചെയ്ത് ഒരു ക്ലോവർ ലീഫ് മോഡലിലായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൽ 3 ആമുകൾ നമുക്ക് കാണാം. അതിലൊരു ആമെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആമെന്ന് പറയുമ്പോൾ T ആമാണ്. അവിടെയാണ് റൈബോസോം ബൈൻഡിങ് സൈറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഡി ആം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആൻറ്റി കോഡോൺ ആമും കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോവർ ലീഫ് മോഡലിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ക്ലോവർ ലീഫ് മോഡൽ 4 ഡിഫറെൻറ്റ് റീജിയൻസ് ഓർ സ്പെഷ്യൽ സൈറ്റ്സ് ക്യാൻ ബി റിക്കഗ്നൈസ്ഡ് ഇൻ ദ മോളിക്യൂൾ ഓഫ് tRNA. അപ്പോൾ നമ്മൾ ഈ ക്ലോവർ ലീഫ് മോഡൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെയുള്ള 4 സ്പെഷ്യൽ സൈറ്റുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നാമത്തത് അമിനോ ആസിഡ് ആം അല്ലെങ്കിൽ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആം ആണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അമിനോ ആസിഡ് അക്സെപ്റ്റർ ആം. ഈ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആമിനെ നമുക്ക് എ ആം എന്നും കൂടെ വിളിക്കാം. അതാണ് അമിനോ ആസിഡ് ആം അല്ലെങ്കിൽ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആം. ഇറ്റ് ഈസ് എ ഡബിൾ ഹെലിക്കൽ ആൻഡ് സ്റ്റെം ലൈക്ക്. ഇതെങ്ങനെയാണ്? ഒരു ഡബിൾ ഹെലിക്കലാണ്, ഒരു സ്റ്റെം പോലെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇറ്റ് പൊസസ് ബോത്ത് 5' ആൻഡ് 3' എൻഡ് ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ അതിനകത്ത് ആ മോളിക്യൂൾസിൻ്റെ 5' എൻഡും 3' എൻഡും നമുക്ക് ആ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അതുപോലെ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പിക്ചറിൽ കാണുന്നുണ്ടോ? ഓക്കെ. ആൻഡ് ദ 3' ടെർമിനൽ ഓൾവേസ് ഹാസ് എ ബേസ് ട്രിപ്ലെറ്റ് CCA. നിങ്ങൾ നോക്കിയാൽ അറിയാം 3' എൻഡിൽ ഒരു ബേസിലുള്ള ഒരു ട്രിപ്ലെറ്റ് കോഡോൺ ഉണ്ട്. അത് CCA എന്നാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഒരു എസ്റ്റർ ബോണ്ട് എന്നവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 3' എൻഡിൽ ഒരു CCA എന്ന ഒരു ട്രിപ്ലെറ്റ് ബേസ് കോഡോൺസിനെ കാണാം വിത്ത് OH അറ്റ് ദ ടിപ്പ്. അതിൻ്റെ ടിപ്പിൽ ഒരു OH ഗ്രൂപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദ COOH group of a specific amino acids join with the OH group of adenosine base pair, adenosine base of CCA in presence of ATP. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. ആ 3' എൻഡിൽ ഒരു ബേസ് ട്രിപ്ലെറ്റ് CCA കോഡോൺ ആണ് ഇവിടെ ഉള്ളത്. CCA കോഡോൺ ഉണ്ട്. ഈ CCA കോഡോണ് നമുക്കറിയാം അതൊരു OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേകത 3' ടെർമിനൽ ദ COH ഗ്രൂപ്പ് ഓഫ് എ സ്പെസിഫിക് അമിനോ ആസിഡ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് അമിനോ ആസിഡ്സിൻ്റെ COH ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ടെർമിനലിലുള്ള അഡിനോസിൻ ഗ്രൂപ്പുമായിട്ടാണ്. ഈ CCA ടെർമിനലിലുള്ള അഡിനോസിൻ ഗ്രൂപ്പുമായിട്ട് ATPയുടെ പ്രസൻസിലായിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ പേരങ്ങ് മാറും. ഈ അമിനോ ആസിഡ് ആം അല്ലെങ്കിൽ ഈ tRNAയുടെ പേര് മാറി അത് അമിനോ അസൈൽ tRNA ആയിട്ട് മാറും. അതൊക്കെ നമ്മൾ വരുന്ന പല പ്രോസസ്സിൽ പഠിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിവിടെ 4 പ്രധാനപ്പെട്ട ആമുകൾ, ഒരു ആൻറ്റികോഡോൺ ആം, റൈബോസോം ബൈൻഡിങ് സൈറ്റ് ആം, അമിനോ ആസിഡ് അക്സെപ്റ്റർ ആം,
റെക്കഗ്നൈസസ്, സ്പെസിഫിക് എൻസൈം ആം, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ആമുകളാണ് നമ്മുടെ tRNA-യുടെ സെക്കൻഡറി സ്ട്രക്ചറായ ക്ലോവർ ലീഫ് മോഡലിൽ നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ ഫസ്റ്റ് അമിനോ ആസിഡ് ആക്സെപ്റ്റർ ആമിനെ AA ആം എന്നും നമ്മൾ വിളിക്കും. ഈ ആമിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു ഡബിൾ ഹെലിക്കൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചറാണ്. ഇറ്റ് പൊസസ് ബോത്ത്, അതിൽ 3' 5' എൻഡുകൾ നമുക്ക് ഈ മോളിക്യൂൾസിന്റെ ആ എൻഡുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 3' ടെർമിനൽസിൽ എപ്പോഴും ഒരു CCA എന്ന് പറഞ്ഞൊരു ട്രിപ്ലറ്റ് കോഡോൺ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ 3' എൻഡിലെ CCAയിൽ ഈ അഡിനോസിൻ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ CCA ഗ്രൂപ്പ് എപ്പോഴും ഒരു അതിൻ്റെ ടിപ്പിൽ ഒരു OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഈ COOH ഗ്രൂപ്പ്, അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് അമിനോ ആസിഡ്സിൻ്റെ ഈ COH ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ അഡിനോസിൻ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതിന് ATPയുടെ പ്രസൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ATPയുടെ സഹായത്താൽ ഈ അഡിനോസിൻ ഗ്രൂപ്പുമായിട്ട് മറ്റേതെങ്കിലും ഒരു അമിനോ ആസിഡ്സിൻ്റെ COOH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ tRNA-യുടെ പേര് മാറി അമിനോ അസൈൽ tRNA എന്നായിട്ട് മാറും. അപ്പോൾ ഇത് സാധാരണ എല്ലാ tRNA-യിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്. Therefore, 3' end of acceptor arm is called carrier end. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 3' end, ഈ അമിനോ ആസിഡ്സിന്റെ ഈ അമിനോ ആസിഡ് ആക്സെപ്റ്റർ ആമിന്റെ 3' എൻഡിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും, കാരിയർ എൻഡ് എന്നൊരു പേര് വിളിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ആന്റി കോഡോൺ ആം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഒരു ആമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിന്റെ സ്പെസിഫിക്കേഷനും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ആന്റി കോഡോൺ ആം. ഈ ആന്റി കോഡോൺ ആമിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ ലൂപ്പ് ലൈക്ക് ആൻഡ് ലൈസ് ഓപ്പോസിറ്റ് ടു ദ AA ആം. ശരിയാണ്, ഇതൊരു ലൂപ്പ് പോലെ വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ ആന്റി കോഡോൺ ആമിന്റെ അമിനോ ആസിഡ് ആമിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ആന്റി കോഡോൺ ആം. ഇറ്റ് ഹാസ് എ 3 അൺപെയർഡ് റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ അൺപെയർ ഒന്നും ചെയ്യാത്തത്, ഇവിടെ ആണെങ്കിൽ പെയർ ചെയ്തിരിക്കുകയാണ്, ഇവിടെ പെയർ ഒന്നും ചെയ്യാത്ത 3 ന്യൂക്ലിയോടൈഡുകളെ നമുക്കവിടെ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നത് ഈ ആന്റി കോഡോൺ ആമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആന്റി കോഡോൺ ആം എന്ന് പറയുമ്പോൾ അതൊരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചറാണെന്ന് ഞാൻ പറഞ്ഞു, ഓപ്പോസിറ്റ് ടു ദ അമിനോ AA ആം. അപ്പോൾ അമിനോ ആസിഡ് ആമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അതിനകത്ത് 3 അൺപെയർഡ് റൈബോ ന്യൂക്ലിയോടൈഡുകളെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല the nitrogenous base of these ribonucleotides are complementary to one of the triplet codon of mRNA molecule. അപ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ അൺപെയർഡ് ആയിട്ടുള്ള 3 കോഡോൺ, CGG എന്ന് പറഞ്ഞ 3 കോഡോൺ ഉണ്ട്, ആന്റി കോഡോൺ. ഈ കോഡോൺ ഈ tRNA-യിലുള്ള ഈ ആന്റി കോഡോണിലുള്ള ഈ ആമിലെ ഈ ന്യൂക്ലിയോടൈഡ്, ഈ റൈബോ ന്യൂക്ലിയോടൈഡ് ബേസസ്, നൈട്രോജനസ് ബേസസ് നമ്മുടെ മറ്റൊരു mRNA-യുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടോ, ഒരു mRNA ആയിട്ട് ഈ tRNA-യിലുള്ള ആന്റി കോഡോണിലുള്ള ഈ 3 നൈട്രോജനസ് ബേസ് പെയർ ഇവിടെ പെയർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സിൻസ് ദ ബേസ് ട്രിപ്ലറ്റ് ഓൺ mRNA ചെയിൻ ഈസ് കാൾഡ് കോഡോൺ, അതുകൊണ്ട് തന്നെ ഈ mRNA-യിലുള്ള ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ നമ്മൾ കോഡോൺ എന്ന് വിളിക്കും. അതിന് ജോയിൻ ചെയ്ത് വന്നിരിക്കുന്ന tRNA-യിലുള്ള ഈ ലൂപ്പിലുള്ള, ഈ ആന്റി കോഡോൺ ലൂപ്പിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ നമ്മൾ ആന്റി കോഡോൺ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഈ tRNA മോളിക്യൂൾസിലുള്ള ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾക്ക് കോംപ്ലിമെൻ്ററി ആണ് ഈ mRNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ. ഇത് താൽക്കാലികമായിട്ട് ബൈൻഡ് ചെയ്ത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ടെർമിനൽ എൻഡിലുള്ള ഈ ആമിനെ നമ്മൾ റെക്കഗ്നിഷൻ എൻഡ് എന്നും കൂടെ പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ആമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഒരു DHU ലൂപ്പ് അല്ലെങ്കിൽ ഡൈഹൈഡ്രോ യൂറിഡീൻ ലൂപ്പ് എന്ന് പറഞ്ഞ അടുത്തൊരു ലൂപ്പുണ്ട്, DHU ലൂപ്പ്. ഈ DHU ലൂപ്പിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. DHU ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ലൂപ്പ് ലൈക്ക് ആം. ഇതൊരു ലൂപ്പ് പോലെയുള്ള ആം തന്നെയാണ്.
ഇറ്റ് ഹാസ് എൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ്. ഇതാണ് ഇതൊരു എൻസൈം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ കഴിവുള്ള സൈറ്റാണ്. ദാറ്റ് ബൈൻഡ്സ് ടു സ്പെസിഫിക് അമിനോ ആസിഡ്. ഇവിടെ ഒരു സ്പെസിഫിക് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുകയും ആക്ടിവേറ്റിംഗ് എൻസൈം, അപ്പോൾ ആ സ്പെസിഫിക് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു അമിനോ ആസിഡ്, അവിടെ ഒരു എൻസൈം ആക്ടിവേറ്റ് ചെയ്യുകയും which catalyzes the union of a specific amino acid to tRNA molecule. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സ്പെസിഫിക് അമിനോ ആസിഡ് ആ tRNA മോളിക്യൂൾസിൽ നിന്ന് അവിടെ അതിൻ്റെ കാറ്റലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത ആമാണ് T-Cy-C ആം അല്ലെങ്കിൽ T-Cy-C ലൂപ്പ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് റൈബോസോം ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ലൂപ്പ് ലൈക്ക് ആം ഓഫ് tRNA with a site of attachment to a ribosome. ഒരു റൈബോസോം വന്ന് അറ്റാച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നമ്മുടെ മിക്ക tRNA മോളിക്യൂൾസിലും കാണുന്ന ഒരു ആമാണ് T-Cy-C ആം അല്ലെങ്കിൽ റൈബോസോം ബൈൻഡിങ് ആം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് T-Cy-C ആമാണ്. അപ്പോൾ അതിനെ നമ്മൾ റൈബോസോം ബൈൻഡിങ് സൈറ്റ് എന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് അൺയൂഷ്വൽ ബേസ് പെയേഴ്സ് tRNAയിൽ സാധാരണ കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറേ ബേസ് പെയേഴ്സ് കാണാം. ഇൻ അഡീഷൻ ടു ദ യൂഷ്വൽ ബേസസ് ഓഫ് RNA. അപ്പോൾ യൂഷ്വൽ ബേസസ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്കറിയാം, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിനും യുറാസിലുമാണ് നോർമലി ഉള്ള ബേസ് പെയേഴ്സ്. ഇത് കൂടാതെ തന്നെ ഓരോ tRNA മോളിക്യൂൾസിലും ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസസ് കാണും. അതിന് ചില എക്സാമ്പിളുകളാണ് സ്യൂഡോയുറിഡിൻ, ഇനോസിനിക് ആസിഡ്, മീഥൈൽ ഗ്വാനൈൻ, മീഥൈൽ അമിനോപ്യൂരിൻ എന്ന് പറഞ്ഞ അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസ് സീക്വൻസുകളെയും നമുക്ക് കാണാൻ കഴിയും. For the presence of these rare nucleotides does not affect the pairing of tRNA with mRNA. അപ്പോൾ ഇങ്ങനെ അൺയൂഷ്വൽ ബേസസുകൾ ഉള്ളത് കൊണ്ട് tRNA അതൊരിക്കലും അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതിന് തടസ്സമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ this probably prevent intramolecular base pairing in the open tRNA loop or helps in the recognition of amino acyl tRNA synthetase enzyme. അപ്പോൾ ഇങ്ങനെ ഈ tRNAയിൽ ഇങ്ങനെ അൺയൂഷ്വൽ ബേസ് പെയർസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആവശ്യമില്ലാത്ത അമിനോ ആസിഡുകളെ ഒന്നും ജോയിൻ ചെയ്യാൻ ഇങ്ങോട്ട് സമ്മതിക്കത്തുമില്ല. കറക്റ്റായിട്ടുള്ള ആ ഒരു ബേസ് സീക്വൻസ് പെയറിങ് മാത്രമേ ഇത് അതിൻ്റെ ഫംഗ്ഷൻ, കറക്റ്റായിട്ടുള്ള ഫംഗ്ഷൻ മാത്രം അത് ചെയ്യാനായിട്ട് ഒരു തരത്തിൽ ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്ലോവർ ലീഫ് മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആമിൽ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ ഡബിൾ ഹെലിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. ബോത്ത് നമ്മൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓവറോൾ ഒന്ന് പറയുകയാണ്. ഇപ്പോൾ 5'3' എൻഡ് ഉണ്ട്. 7 ബേസ് പെയേഴ്സ് അൺപെയർഡ് ആയിട്ട് നമുക്ക് കാണാം. അറ്റ് ദ എൻഡ് ഓഫ് 3' ഒരു CCA കാണുന്നുണ്ട്. അതിൻ്റെ OH ടിപ്പിലാണ് കാണുന്നത്. ഇതിനെ നമ്മൾ സൈറ്റ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് റീജിയൻ എന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡ് വന്ന് ഈ എൻഡിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ അമിനോ ആസിഡിൻ്റെ COOH ഗ്രൂപ്പ് ഈ CCA ആമിൻ്റെ A എന്ന് പറഞ്ഞ നൈട്രോജനസ് ബേസിലെ OH ഗ്രൂപ്പിലാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇത് ഈ നോർമലി ഇരുന്ന tRNA അമിനോ അസൈൽ tRNA ആയിട്ട് മാറും. സ്ക്രീൻ കാണുന്നില്ല മിസ്സേ. ഓക്കെ, അങ്ങനെ അമിനോ അസൈൽ tRNA നമുക്ക് ലഭിക്കും. അതിനുശേഷം ഈ D ആമിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണ്. D ആമിൽ ഇതിനെ നമ്മൾ DHU ആം അല്ലെങ്കിൽ D ആം എന്ന് വിളിക്കും. ഈ ആമിൽ ഒരു സ്റ്റെം ആൻഡ് ലൂപ്പ് സ്ട്രക്ചറാണ്. ഇവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള പിരമിഡിൻ ന്യൂക്ലിയേറ്റഡ് ആയ ഡൈഹൈഡ്രോക്സി യുറാസിൽ കാണപ്പെടുന്നുണ്ട്. ഡൈഹൈഡ്രോക്സി യുറാസിൽ ഇവിടെ 4 ബേസ് പെയേഴ്സ് ഉണ്ട് ഈ സ്റ്റെം വിത്ത് ലൂപ്പ് സ്ട്രക്ചറിൽ. അവിടെ ഉള്ളൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ബേസ് പെയർ ആണ് ഈ ഡൈഹൈഡ്രോക്സി യുറാസിൽ എന്ന് വിളിക്കുന്നത്. ഈ D ആമാണ് ഒരു സ്പെസിഫിക് എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ അമിനോ അസൈൽ tRNA സിന്തറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് കണ്ട ഈ ആമിൽ ഇവിടെ ഒരു അമിനോ ആസിഡ്, ഏതെങ്കിലും പർട്ടിക്കുലർ അമിനോ ആസിഡ് വന്ന് ഇവിടെ ഇരിക്കുന്ന അഡിനിൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അഡിനോസിൻ എന്ന് പറഞ്ഞ ഈ നൈട്രോജനസ് ബേസുമായിട്ട് അതിൻ്റെ COOH ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് മാറി അമിനോ അസൈൽ tRNA എന്നായി. അപ്പോൾ അമിനോ അസൈൽ tRNA ആയിട്ട് മാറണമെങ്കിൽ അവിടെ അമിനോ അസൈൽ tRNA സിന്തറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം വേണം. ഈ എൻസൈം വന്നെങ്കിൽ മാത്രമേ ഈ tRNA അമിനോ അസൈൽ tRNA ആയിട്ട് ചാർജ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചാർജ് ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ D ആമിൽ ഈ പറഞ്ഞ എൻസൈം വന്ന് ബൈൻഡ് ചെയ്യണം. അമിനോ അസൈൽ tRNA സിന്തറ്റേസ് വന്ന് ബൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ അമിനോ ആസിഡ് അക്സെപ്റ്റർ ആമിന് ആ വന്ന അമിനോ ആസിഡിനെ
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെയുള്ള ഡി ആം. അതാണ് ഈ ഡി ആമിൻ്റെ പ്രത്യേകത. അതാണ് അവിടെ സ്പെസിഫിക് എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻസൈം സൈറ്റിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. tRNAയുടെ ടെർഷറി സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നത് ഈ ആമാണ്. ഇനി അടുത്തതാണ് T-Zy ആം. ഈ T-Zy ആം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അവിടെ ഒരു പ്രത്യേകതരം ബേസിസ് ഉള്ളതുകൊണ്ടാണ് ദ സീക്വൻസ് ഓഫ് T-Zy തൈമിൻ സ്യൂഡോ യുറിഡിൻ. അപ്പം ഈ സൈ ആമെന്ന് ഉദ്ദേശിച്ചത് യു എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം നോർമൽ യുറിഡിൻ ആണ് അല്ലെങ്കിൽ യുറാസിലാണ്. പക്ഷെ അവിടെ ഒരു അത് സൈ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് സ്യൂഡോ. യുറിഡിൻ ഉണ്ട് എന്നാൽ യുറിഡിൻ ഇല്ല, ഒളിഞ്ഞിരിക്കുക, സ്യൂഡോ ആണ്. അപ്പോൾ സ്യൂഡോ, അതാണ് നമ്മൾ T-Zy ആമെന്ന് പറഞ്ഞത്, സ്യൂഡോ യുറിഡിൻ. അപ്പോൾ അവിടെ സൈറ്റോസിനുമായിട്ട് ചേർന്ന് അത് TUC തൈമിൻ സ്യൂഡോ യുറിഡിൻ സൈറ്റോസിൻ ആമായിട്ടാണ്. തൈമിൻ സ്യൂഡോ യുറിഡിൻ സൈറ്റോസിൻ ആം. അപ്പം ഈ സ്യൂഡോ യുറിഡിൻ എന്ന് പറഞ്ഞൊരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ബേസാണ്. നോർമലി RNAയിലുള്ള ബേസ് പെയർ അല്ലാതെ ഒരു അൺയൂഷ്വൽ ആണ്. ദിസ് ആം ഓൾസോ കൺസിസ്റ്റ് ഓഫ് സ്റ്റെം ആൻഡ് ലൂപ്പ്. അതുകൊണ്ട് തന്നെ ഈ ആം ഒരു സ്റ്റെം ആൻഡ് ലൂപ്പ് പോലെ കാണപ്പെടുന്നു. ഈ സ്റ്റെമ്മിൽ 5 ബേസ് പെയറുകളാണ് ഉള്ളത്. അതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഒരു CG ലൂപ്പ് ഉണ്ട്. അതിനകത്ത് 7 അൺപെയർഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ ലൂപ്പിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും റൈബോസോം വന്നു കഴിഞ്ഞാൽ ആ റൈബോസോമിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ലൂപ്പ് ഈ ലൂപ്പാണ്. ഇനി അടുത്തതാണ് ആൻറ്റികോഡോൺ ലൂപ്പ്. ഈ ആമെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സ്റ്റെമ്മും കണ്ടെയ്ൻ സ്റ്റെം ആൻഡ് ലൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റെമ്മിൽ 5 ബേസ് പെയർ ഉള്ളൊരു ലൂപ്പാണ്. അതിനെ നമ്മൾ ആൻറ്റികോഡോൺ ലൂപ്പ് എന്ന് വിളിക്കും. അതിനകത്ത് 7 അൺപെയർഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ നമുക്ക് കാണാൻ കഴിയും. ഔട്ട് ഓഫ് ദിസ് 7 അൺപെയർഡ് ന്യൂക്ലിയോടൈഡ് ദ മിഡിൽ 3 ഫോം ആൻറ്റികോഡോൺ. ആ 7-ൽ നടുക്കുള്ള 3 ആൻറ്റികോഡോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ആൻറ്റികോഡോൺ ആണ് ഇവിടെ mRNAയിലുള്ള കോഡോണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ചേരുന്ന mRNAയിലുള്ള ന്യൂക്ലിയോടൈഡിലെ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതിനെ അത് കണ്ടെത്തി ബൈൻഡ് ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ബാക്കി ഫംഗ്ഷനൊക്കെ നടക്കാനുള്ള പ്രോസസ്സൊക്കെ നടക്കൂ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ mRNA ഇവിടെ വന്ന് ഈ ആൻറ്റികോഡോൺ റീജിയനിൽ ബൈൻഡ് ചെയ്യണം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ബൈൻഡിങ് നടക്കാൻ സഹായിക്കുന്നത് ഈ ആൻറ്റികോഡോൺ ലൂപ്പാണ്. അപ്പോൾ ദ ഒറിജിനൽ വൂബിൾ പെയറിംഗ് റൂൾ പ്രകാരം അത് ക്രിക്ക് പ്രപ്പോസ് ചെയ്തതാണ്. വാട്സൺ ക്രിക്കിൻ്റെ ബേസ് പെയറിൽ പറയുന്നത് വൂബിൾ ബേസ് പെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴും വൂബിൾ പെയറിംഗ് പറയുന്നത് അഡിനിൻ പെയർ വിത്ത് തൈമിനൊക്കെയാണ്. പക്ഷേ mRNA കോഡോൺ ബേസിസിൽ ആൻറ്റികോഡോണിൻ്റെ പ്രകാരം അഡിനിൻ യുറാസിലുമായിട്ട് ബേസ് ചെയ്യുന്നുണ്ട്, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട്, അതുപോലെ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെങ്കിൽ യുറാസിലുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, യുറാസിൽ അഡിനിൻ അല്ലെങ്കിൽ ഗ്വാനിനുമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അൺയൂഷ്വൽ ബേസ് പെയർസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ RNAയ്ക്ക് ഒരു തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇനി ടെർഷറി സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ടെർഷറി സ്ട്രക്ചറിൽ ഇതൊരു അക്സെപ്റ്റർ സ്റ്റെം ആൻഡ് സ്റ്റെം ഫോം എക്സ്റ്റെൻഡഡ് ഹെലിക്സ് ആണ്. അതൊരു എൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ആൻറ്റികോഡോൺ സ്റ്റെമ്മും അതുപോലെ ഡി ലൂപ്പും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഹെലിക്സ് ഉണ്ടാകുന്നത്. ഡി ലൂപ്പ് ആൻഡ് ടി ലൂപ്പ് അലൈൻ ടുഗദർ, രണ്ടും അലൈൻ ചെയ്യുന്നു. ബോത്ത് എക്സ്റ്റെൻഡഡ് ഹെലിക്സസ് അലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ, രണ്ട് റൈറ്റ് ആംഗിളിലോട്ട് അലൈൻ ചെയ്തിരിക്കുന്നതാണ് എൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് എൽ ഷേപ്പ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയി കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പ്ഡ് ആയിട്ട് മാറുന്നത്. ഈ എൽ ഷേപ്പ്ഡ് സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് സാധാരണ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഈ നൈട്രോജനസ് ബേസുകൾ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. നൈട്രോജനസ് ബേസും റൈബോസ് ഫോസ്ഫേറ്റ് ബാക്ക് ബോണും തമ്മിൽ നല്ല രീതിയിലൊരു ബോണ്ടിങ് കാണും. ഈ റൈബോസ് ഫോസ്ഫേറ്റും തമ്മിൽ ഒരു ബാക്ക് ബോൺ നല്ല ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ നോർമലി എന്ന ക്ലോവർ ലീഫ് മോഡലിൽ നിന്ന് ഇതൊരു എൽ ഷേപ്പിലുള്ള കോക്സിയലി സ്റ്റാക്ക്ഡ് ആമൊക്കെ വന്ന് ഒരു എൽ ഷേപ്പിൽ സ്ട്രക്ചറായിട്ട് tRNA ചില സമയങ്ങളിൽ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് tRNAയുടെ ഒരു സ്ട്രക്ചറൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ദ rRNA ഓപ്പറോൺ ഓഫ് ഈക്കോളൈ കണ്ടെയ്ൻ കോഡിംഗ് സീക്വൻസസ് ഓഫ് tRNA. അപ്പോൾ tRNA പ്രോസസ്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അടുത്തത്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ഒരു പോർഷനായിട്ട് തന്നെ പഠിക്കാം, ഇതിൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ പറയണ്ട. tRNA എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത ഇതിലായിട്ട് പറയാം. പിന്നെ ഇവിടെ നമുക്കിവിടെ ഫംഗ്ഷൻ പറഞ്ഞിട്ട് പോവാം.
ഇപ്പോൾ tRNAയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ ദ റെക്കഗ്നിഷൻ ഓഫ് അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് എൻസൈം. നമുക്കറിയാം tRNAയ്ക്ക് ഒരു ആമുണ്ട്, ഈ എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള ആം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ അമിനോ ആസിഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഡി ലൂപ്പിലുള്ള റെക്കഗ്നിഷൻ സൈറ്റാണ്. അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് എന്ന് പറഞ്ഞ എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നു. Pick up specific amino acid from the cytoplasm and carries to site of protein synthesis. നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് അമിനോ ആസിഡ് ഉണ്ട്. അതിൽ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കാൻ ആവശ്യമായ ഒരു പ്രോട്ടീനെ വേണമെങ്കിൽ ആ പ്രോട്ടീനെ സിന്തസിസ് ചെയ്യാൻ ആവശ്യമായ അമിനോ ആസിഡിനെ പിക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ tRNA ആണ്. കൂടാതെ അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു റൈബോസോം ഇൻ അക്കോർഡൻസ് വിത്ത് സീക്വൻസ് സ്പെസിഫൈഡ് ബൈ mRNA. നമ്മുടെ mRNAയ്ക്ക് ആവശ്യമായ ഈ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള മോഡസിലുള്ള റൈബോസോമിനെയൊക്കെ സീക്വൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത് tRNA ആണ്. കൂടാതെ ട്രാൻസ്മിറ്റ്സ് അമിനോ ആസിഡ് ടു പോളിപെപ്റ്റൈഡ് ചെയിൻ. നമുക്കറിയാം ഓരോ അമിനോ ആസിഡുകളെ പറക്കിയെടുത്ത് അടുക്കി ഒരു മാലയിൽ മുത്ത് കൊരുത്ത പോലെ ആക്കുമ്പോൾ അത് പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് മാറും. ഈ പോളിപെപ്റ്റൈഡ് ചെയിനാണ് അതിൽ നിന്നാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അമിനോ ആസിഡുകളെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് tRNA ആണ്. കൂടാതെ പാർട്ടിസിപ്പേറ്റ് ഇൻ നോൺ പ്രോട്ടീൻ സിന്തറ്റിക് പ്രോസസ് സച്ച് ആസ് പ്രൈമർ. അതായത് ഈ പ്രോട്ടീൻ സിന്തസിസ് മാത്രം അല്ലാതെ തന്നെ പ്രൈമർ സിന്തസിസിന്, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് റിട്രോവൈറസിൻ്റെ ലൈഫ് സൈക്കിളിൽ ആ സമയത്ത് പ്രൈമറിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ഈ tRNA ആണ്. ഇതൊക്കെ നമ്മൾ അടുത്ത പ്രോസസ്സായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് tRNAയുടെ ക്ലോവർ ലീഫ് മോഡലും പിന്നെ എക്സ്ട്രാ നമ്മൾ 2-3 മോഡലും കൂടെ പറഞ്ഞു ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, താങ്ക് യു.